രണ്ട് അംഗങ്ങളുടെ എതിരഭിപ്രായമായാലും ഒരു മത്സരത്തിലേക്ക് പോകുന്നെങ്കിൽ പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നു. അത് പിന്നീട് ഒരു വിഭാഗീയതയായി മാറാതെ അതിനെ അംഗീകരിച്ചുകൊണ്ട് വോട്ടെടുപ്പ് നടക്കുന്നു. ഈ പുറത്തു വന്ന ആൾ പറഞ്ഞതും, ഈ DL കാരാട് എന്ന സഖാവ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞതും, ഇനി ഇത് വരുന്ന റിസൾട്ടിനെ ഞാൻ അംഗീകരിക്കുമെന്നും ഈ ജനറൽ സെക്രട്ടറിയോട് എനിക്ക് ആരായാലും യോജിപ്പാണ് എന്നുള്ളതുമാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഞാൻ കാണുന്നത്. അപ്പം BJPയുടെ തെരഞ്ഞെടുപ്പ് നമുക്കിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടാണല്ലോ. കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നു, ഇവിടെ നോമിനേഷൻ ഒരാൾ മാത്രം കൊടുക്കുന്നു, അങ്ങനെ തീരുമാനമാകുന്നു. ആ തീരുമാനം അടിച്ചേൽപ്പിക്കപ്പെട്ട തീരുമാനമാണെന്നെങ്കിൽ പുറത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ തരത്തിൽ വിമർശിക്കാം. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇവിടെ ഈ തരത്തിൽ കുറച്ചുകൂടി ജനാധിപത്യപരമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് തെളിയിക്കാൻ ഏതായാലും CPMന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രാജ്യത്ത് ജനാധിപത്യ പാർട്ടികളും ഇപ്പോൾ ഇടത് പാർട്ടികളും ഒക്കെ തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്താണ് CPM ഈ പറഞ്ഞ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞു വന്ന് എത്രത്തോളം MP-മാരും MLA-മാരും ഒക്കെ ഉണ്ട് എന്നുള്ള കണക്കൊക്കെ വരുമ്പോൾ തുലം തുച്ഛമാണ്. കേരളത്തിൽ മാത്രമേ ഭരണമുള്ളൂ എന്നുള്ള സാഹചര്യം നിൽക്കുന്നു. ഇതൊക്കെ തന്നെ വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ്. ഇനി ഇപ്പോൾ ഈ പറയുന്ന ഈ പാർലമെൻറ്റിലും സംസ്ഥാനങ്ങളിലും ഒന്നും പ്രാതിനിധ്യമില്ല എങ്കിലും എവിടെയാണ് ഈ പ്രാതിനിധ്യം കാണിക്കേണ്ടത്? സമരങ്ങളിൽ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യുന്നതിൽ എത്രത്തോളം CPM മുന്നോട്ട് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.